ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നാളെയാണ് അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരിക. ആരൊക്കെ പിന്മാറി എന്നതിനകത്ത് പോലും ഒരു ഏകദേശ ഉറപ്പേ വന്നു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ തന്നെ 5 മണ്ഡലങ്ങളിലെ ദുർബലന്മാരാരൊക്കെയെന്ന് CPM പറയുകയാണ് ഉത്തരവാദിത്വത്തോടെ. അങ്ങനെ ദുർബലരുടെ ഒരു നിരയെ തന്നെ അണിനിരത്തുന്നത് എന്തുകൊണ്ട് എന്ന താല്പര്യവും CPM തന്നെ ജനങ്ങളോട് പറയുകയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. അതാ ഇവിടെ ഒത്തുകളി നടക്കുകയാണ്, മാച്ച് ഫിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് വോട്ടർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കോടിയേരിയിൽ നിന്ന് സ്വയം ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ നിയമത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ ഒരു ചതിവാണ് സംഭവിച്ചിരിക്കുന്നത്. അവിശുദ്ധ ബന്ധത്തെ തുറന്നു കാട്ടിയ സന്ദർഭങ്ങളിലൊക്കെ 91-ലെ അവസരമാണ് കോടിയേരി ഓർമ്മിപ്പിച്ചത്, ഈ ബേപ്പൂർ വടകര മോഡൽ. അത് അവിശുദ്ധ സഖ്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ ജനങ്ങൾ ശക്തമായി അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുകയുണ്ടായി. അത്തരമൊരു സാധ്യത നിയമത്ത് ഇവർ മണത്തില്ല. അതുകൊണ്ട് അതൊരു ചതിവായിരുന്നു. ആ ചതിവിനെ അതിൻ്റെ ഗൗരവ ബുദ്ധിയാ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വയം മനസ്സിലാക്കലിൽ അവസാനിക്കേണ്ടതല്ല, ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തേണ്ടതാണ് എന്ന നിലയിൽ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം ശക്തമാക്കും എന്നാണ് ഇന്ന് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യം ആരുടെ സൃഷ്ടിയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ? വേണു, ഞാൻ വളരെ കൃത്യമായിട്ട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഈ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പെറിയുക എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട പഴഞ്ചൊല്ലാണ്. പരാജയ ഭീതി കൊണ്ട CPM എല്ലാ കാലഘട്ടത്തിലും ചെയ്യാൻ പോകുന്ന ശ്രമമാണ് ഈ വാക്കുകളുടെ പിന്നിൽ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് വേണു, എന്താണ് നേമത്ത് BJP ജയിക്കാൻ അക്കൗണ്ട് തുറക്കാൻ കാരണം? ഞാനത് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാതെ പോയത്? പലപ്പോഴും ഒരു സീറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങാൻ എന്താ കാരണം? വട്ടിയൂർക്കാവ് അടക്കം, മഞ്ചേശ്വരം അടക്കം, ഈ കേരളത്തിലെ പാലക്കാട് അടക്കം പല നിയോജക മണ്ഡലത്തിലും BJP ജയിക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയത്? ഈ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി BJPയെ പരാജയപ്പെടുത്താൻ അവിശുദ്ധമായ സഖ്യമുണ്ടാക്കിയത് കൊണ്ടാണ്. ആ അവിശുദ്ധമായ സഖ്യം അത് MLA മത്സരത്തിൽ മാത്രമല്ല, അസംബ്ലി മത്സരത്തിൽ മാത്രമല്ല, അതാണ് പാർലമെന്റിൽ നടന്നത്. കഴിഞ്ഞ പ്രാവശ്യം O രാജഗോപാലിനെ തോൽപ്പിക്കാൻ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ CPIയുടെ സ്ഥാനാർത്ഥി അവസാനം കുമ്പസരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടിയില്ല, അത് ശശി തരൂരിന് കൊടുത്തു. ശശി തരൂരിൻ്റെ മാർജിൻ എത്രയാ? കേവലം 20,000-ന് താഴെയാ. നിങ്ങൾ മനസ്സിലാക്കണം. വട്ടിയൂർക്കാവിൽ സീമ പറഞ്ഞു. എന്താ സീമ പറഞ്ഞത്? എനിക്ക് വോട്ട് കിട്ടിയില്ല, എൻ്റെ വോട്ട് മുരളീധരന് പോയി. കാരണം എന്താ? കുമ്മനം രാജശേഖരൻ തോൽപ്പിക്കണം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഞ്ചേശ്വരത്ത് KG മാരാരിൽ നിന്നും, അവിടെ നിന്ന് O രാജഗോപാലിൽ നിന്നും, അവിടെ നിന്ന് കുമ്മനം രാജശേഖരൻ അടക്കം ഈ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും CPM ശക്തമായി മത്സരിച്ചു എന്നാണ് പറയുന്നത്. ശക്തമായി മത്സരിച്ചാൽ വട്ടിയൂർക്കാവിൽ എങ്ങനെയാ 3-ാം സ്ഥാനത്തേക്ക് പോകുക? 3-ാം സ്ഥാനത്തേക്കല്ലേ സീമ പോയത്? അപ്പം ശക്തമായ മത്സരമാണോ അതോ വാടകയ്ക്കെടുത്ത് വോട്ട് വിറ്റ മത്സരമാണോ അവിടെ നടന്നത്? ഇനി അത് പോട്ടെ, ഇപ്പോ ഈ കാസർഗോഡ് 2 ചെറുപ്പക്കാരെ കൊന്നില്ലേ? വട്ടിയൂർക്കാവും നിയമവും തമ്മിലൊരു താരതമ്യം സാധ്യമല്ല. കാരണം നിയമത്ത് ഏതാണ്ട് 17,000-ൽ താഴെ 16,000-ഓളം വോട്ടേ ഉള്ളൂ UDF സ്ഥാനാർത്ഥിക്ക്. ഏതാണ്ട് 60,000-ഓളം വന്ന ചരിത്രമുള്ള ഒരു മണ്ഡലമാണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണക്കുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെയാണോ വട്ടിയൂർക്കാവിൻ്റെ ചിത്രം? വട്ടിയൂർക്കാവിൽ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. ശക്തമായ മത്സരം നടന്നാൽ വട്ടിയൂർക്കാവിൽ എങ്ങനെയാ കടലാസ് പുലിയായിട്ടുള്ള BJP കടലാസ് പുലിയെന്നല്ല പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള മത്സരം നടന്നാൽ CPM 2-ാം സ്ഥാനത്ത് വരണ്ടേ? വന്നില്ലല്ലോ. ഇനി കഴിഞ്ഞ O രാജഗോപാലിന്റെ കാര്യമെടുക്കാമെന്ന്. കഴിഞ്ഞ O രാജഗോപാൽ പാർലമെന്റിൽ പരാജയപ്പെട്ടത് എങ്ങനെയാ? പരസ്യമായി പറഞ്ഞുവല്ലോ, CPIയുടെ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വോട്ട് കിട്ടിയില്ല, എൻ്റെ വോട്ട് മറിച്ചു കൊടുത്തു. ഇനി C ദിവാകരൻ, ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ നിർത്തിയിരിക്കുന്ന ആരാ? C ദിവാകരനല്ലേ? എന്തുകൊണ്ടാണ് കാനൻ രാജേന്ദ്രൻ നിൽക്കാതെ പോയത്? എന്തുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ നിൽക്കാതെ പോയത്? അപ്പോൾ ഈ C ദിവാകരൻ ഇതിനു മുമ്പ് ആരോപണ വിധേയനാണ്. ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു, CPMന്റെ വോട്ട് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ ശശി തരൂരിന് കൊടുക്കാൻ ധാരണയാണ്. ആ ധാരണ മുന്നിൽ കണ്ടുകൊണ്ട്, BJPയെ തോൽപ്പിക്കാനുള്ള ധാരണ മുന്നിൽ കണ്ടുകൊണ്ട് കടകം മറിയുന്ന 18ാമത്തെ അടവാണ് വടകരയിൽ എടുത്തിരിക്കുന്നത്. ആ വടകര സമീപനം കോലീബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, കോലീബി സഖ്യം എന്ന് പറഞ്ഞത് 1991-ൽ പരസ്യമാക്കിയ സഖ്യമാ. പക്ഷെ ഇവരെന്നും രഹസ്യമാക്കിയ സഖ്യമാ. ഇതേ CPM BJP ഓഫീസിലും അതുപോലെ തന്നെ RSS ഓഫീസിലും ഞങ്ങളുടെ പിന്തുണയ്ക്ക് വന്ന് കരഞ്ഞവരല്ലേ, ചോദിച്ചവരല്ലേ, മേടിച്ചവരല്ലേ?
അദ്വാനി പോലും പാലക്കാട് വന്ന് ഈ CPM-ഉമായിട്ടുള്ള ധാരണയിൽ ഒരുമിച്ച് നിന്നിട്ടുള്ളതല്ലേ? അപ്പോൾ അതെന്താ മറക്കുന്നത്? ഇവര് ഞങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ അത് പരസ്യമാ. ഞങ്ങൾ രഹസ്യമായ ധാരണ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ലിസ്റ്റ് വരട്ടെ. ഒന്നാം തരം അല്ലല്ല, അദ്വാനി വന്ന കഥയൊക്കെ ജനതാ പാർട്ടി ആയിരിക്കുന്ന ഘട്ടത്തിലാണ്. അതിനുശേഷം നിങ്ങളത് വിട്ടുപോയപ്പോൾ അനന്തരം നടന്ന തെരഞ്ഞെടുപ്പിൽ CPM ആ വോട്ട് വേണ്ട എന്നും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓർമ്മകളിലുള്ളതാണ്. ചിലത് മാത്രമല്ല എടുത്ത് ചൂണ്ടിക്കാട്ടേണ്ടത് ഈ പരസ്യവും രഹസ്യവും പറയുമ്പോൾ. അല്ല, അവിടെ വേണു ഒരു കാര്യമുണ്ട്. ഇവിടെ സംസാരിക്കുന്നത് മുഴുവൻ RSS ഉണ്ടാക്കി. നിങ്ങൾ ഇവിടെ നേരത്തെ കാണിച്ചതും RSSന്റെ ചിത്രമല്ലേ? RSS 1942 കൂടിയിട്ട് 40-ന് ശേഷം 50-നും 60-നും ഒക്കെ ഈ കേരളത്തിൽ അന്നത്തെ RSS തന്നെയാണ് ഇന്നത്തെ RSS. അപ്പോൾ RSSന്റെ പേര് പറഞ്ഞിട്ടുള്ള ഉമ്മാക്കി വേണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. RSSന്റെ ഓഫീസിൽ വന്ന് കഴുത്തിൽ കൈ ടോട്ട് മേടിച്ചവരല്ലേ CPM? അന്ന് ഞങ്ങളുമായി ധാരണ ഉണ്ടാക്കിയവരല്ലേ CPM? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരണയുണ്ടെങ്കിൽ പരസ്യമാണ്. ഇപ്പോൾ വേണ്ടത് കുമ്മനം രാജശേഖരനെ തോപ്പിക്കണം, പത്തനംതിട്ടയെ തോപ്പിക്കണം. BJP കയറി വരുന്നു. കടലാസ് പൊടിയാണെ പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഈ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന പരാജയ ഭീതിയിൽ നിന്നുള്ള പ്രസ്താവനയാണ്. പരാജയമാണ്. ആ പരാജയത്തെ എങ്ങനെ പരാജയപ്പെടുത്തും, എങ്ങനെയാണ് അതിനെ മറികടക്കാൻ പറ്റുക എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിതിന് വേറൊരു വശമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ ഇവിടെ മത്സരം നടക്കുന്നത് CPM-ഉം കോൺഗ്രസുമാണോ? അല്ലല്ലോ. ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത് അസംബ്ലിയല്ല. ഇവിടെ രാഹുൽ ഗാന്ധി വേണോ നരേന്ദ്രമോദി വേണോ? ഇതാണ് ചിന്ത. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാനല്ലേ ഞങ്ങളുടെ സാമ്പത്തിക നയം വേറെ, ഞങ്ങളുടെ വ്യവസായ നയം വേറെ, ഞങ്ങളുടെ കാർഷിക നയം വേറെ. മിസ്റ്റർ ആനത്തലവട്ടം ആനന്ദൻ, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ? നിങ്ങൾക്ക് 4-3-7 പേര് ജയിച്ചാൽ നിങ്ങൾ അവിടെ പോയിട്ട് കൈ ഉയർത്താൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കല്ല എന്ന് പരസ്യമായി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അത് പരസ്യമായി പറഞ്ഞ് അന്തസ്സോടുകൂടി വോട്ട് ചോദിക്കും നിങ്ങൾ. അത് നിങ്ങൾക്ക് പറ്റുമോ? ഈ ഇന്നലെ നടന്ന കന്യാകുമാരിയിലെ നടന്നിട്ടുള്ള സമ്മേളനത്തിൽ CPM-ന്റെ ആളുകളും DMK-യും കോൺഗ്രസ് ഒരുമിച്ചല്ലേ? 2 സീറ്റ് എന്തിനാ മാറ്റിയിട്ടിരിക്കുന്നത് ഇപ്പോഴും ബംഗാളിൽ? ഇന്ത്യ മുഴുവനും നടന്ന് ഇവർ പറയുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്നാ. അപ്പം മത്സരം മോദിയും രാഹുലും ഇവർ തമ്മിൽ നടക്കുന്ന സൗഹൃദ മത്സരമാണ്. ഞാൻ ഇപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നു വേണു, ഇത് പിണറായി വിജയന്റെ മനോഹരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഈ P. ജയരാജനെതിരാണ് പിണറായി വിജയൻ. P. ജയരാജനെ തോപ്പിക്കണം. അതിനുവേണ്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം. അത് മാറ്റി ഇനി തോപ്പിക്കും. അതിനുവേണ്ടിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ശശി തരൂരിന് വോട്ട് കൊടുക്കും, മുരളിയെ ഇവിടേക്ക് കൊണ്ടുവരും. ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞങ്ങൾ പറയുന്നത്. അവിടെയാണ് കോടിയേരി ആവർത്തിച്ച ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. മുരളി വടകരയിൽ മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്യാനുള്ള ബാധ്യത എങ്ങനെയാണ് BJP-യുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് വരുന്നത്? എങ്ങനെയാണ് ആ ബാധ്യത കോഴിക്കോട്ടെ യുവമോർച്ച ജില്ലാ സെക്രട്ടറിക്ക് വരുന്നത്? ഏത് തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി BJP-യെ സ്വാഗതം ചെയ്തു? ഇന്നലെ വാർത്ത വന്നതും ഇന്നത് കോടിയേരി ആവർത്തിച്ചതും. അത് സ്ഥിരീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല. രാഷ്ട്രീയ പ്രതികരണം ഞാൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അല്ല, ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തായ വേണുവിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ, ഏതൊരു ചെറുപ്പക്കാരൻ, ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ തൃശ്ശൂർക്കാരനാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, ഏതൊരു ചെറുപ്പക്കാരന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നതാണ് ഒരു പാർട്ടിയുടെ സമീപനം. ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഔപചാരികമായിട്ട് ഈ കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ ചുമതലപ്പെട്ട ആളുകളാ അവിടെ മത്സരിക്കാൻ പോകുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളാ, സ്വതന്ത്രനല്ല. BJP-യുടെ ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നാളത്തെ ലിസ്റ്റിലുണ്ടാവും. ഇവർ ഇത്ര നേരം പറഞ്ഞല്ലോ ന്യൂനപക്ഷ വിരുദ്ധ ഈ പരസ്പര ധാരണ രഹസ്യമായിരിക്കുന്നതിന്റെ തെളിവായി അങ്ങ് പറഞ്ഞത് കാനവും കോടിയേരിയും തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല എന്നാണ്. വടകരയിൽ അങ്ങനെ ആവട്ടെ, അങ്ങനെയല്ലേ വേണ്ടത്? സജീവനെ നിങ്ങൾ എത്ര ഉയർത്തിക്കാട്ടിയാലും അതൊരു വലിയ സ്ഥാനാർത്ഥിയാവുന്നത് എങ്ങനെയാണ്? നിങ്ങളെ സംബന്ധിച്ച് ശക്തരുടെ ഒരു നിരയുണ്ടല്ലോ. ആ ശക്തരുടെ നിര മുഴുവൻ ഈ പോർക്കളത്തിൽ ഇറങ്ങാതിരിക്കുകയാണല്ലോ. ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് എല്ലാവരും ആശങ്കപ്പെടുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് എല്ലാ സ്ഥാനാർത്ഥികളെയും പത്തനംതിട്ടയിലേക്ക് തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ടാകുമോ എന്നാണ്. കാരണം എല്ലാവർക്കും വേണ്ടത് ഒറ്റ മണ്ഡലമാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾ മത്സരിക്കാനില്ല, ഇനി മത്സരിക്കാനുണ്ടെങ്കിൽ അത് ഒരൊറ്റ സ്ഥലത്തേക്ക് മാത്രം. എന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പരസ്പര ധാരണയുണ്ട്, അതിന് തെളിവായി കാനം മത്സരിക്കുന്നില്ല എന്നും കോടിയേരി മത്സരിക്കുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നത്. ആ പൊരുത്തക്കേടിന് മറുപടി ശ്രീ ഗോപാലകൃഷ്ണൻ. വേണു, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. നാളെയാണ് ഞങ്ങളുടെ ഔപചാരികമായിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക വരിക.
ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ആയാലും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തെ അറിയുന്ന, ആ മണ്ഡലത്തിലെ പ്രവർത്തകരുമായി ബന്ധപ്പെടുന്ന, ആ മണ്ഡലത്തിലെ പ്രവർത്തകരുമായിട്ട് ജീവിതം കഴിക്കുന്ന ഒന്നാം തരം സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവതരിപ്പിക്കും. അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ഞങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ ആർക്കെങ്കിലും പിന്തുണ കൊടുത്താൽ നിങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ സംസ്ഥാനത്തിന് ചുമതലപ്പെട്ട ആളുകളെ ഈ രീതിയിൽ നിങ്ങൾ അപമാനിക്കരുത്, അത് ശരിയല്ല. അങ്ങനെ അപമാനിച്ചിട്ടൊന്നുമില്ല. വന്ന പ്രതികരണങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തിരികെ എത്താം. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. അല്ല, അതിലെ ഞാൻ വേണു പറഞ്ഞോളൂ. അല്ല ഞാൻ അങ്ങയോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ മത്സരിക്കുന്നത് കുറവായിട്ടോ അത് ദൗർബല്യമായിട്ടോ അത് ശരിയായിട്ടുള്ള സ്ഥാനാർത്ഥിയല്ല എന്ന് പറയരുത്. കാരണം ഞങ്ങൾ വളർന്നു വരുന്നത്. ശരി, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ.